ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ വീഡിയോയിൽ ഞങ്ങളുടെ കശ്മീർ യാത്രയിൽ ഞങ്ങൾ ശ്രീനഗറിലത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് പെഹൽഗാമിലേക്ക് പോവുമായിരുന്നു. അപ്പോൾ പെഹൽഗാമിലേക്ക് പോകുന്ന വഴിയിലത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഇന്നലത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പെഹൽഗാമിലെ കാഴ്ചകളാണ്. ഞങ്ങൾ പെഹൽഗാമിലെത്തിയപ്പോഴത്തേക്കും തന്നെ ഏകദേശം ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങളിത് ആരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് എൻ്റർ ചെയ്തിട്ടാണുള്ളത്. ഇവിടെ നിന്ന് നമ്മൾ പെഹൽഗാമിലെത്തിയിട്ട് നേരെ പെഹൽഗാമിൽ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, പെഹൽഗാം അറ്റാക്കിന് ശേഷം ടൂറിസം ഒന്നും അത്രയും ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളിതിപ്പോൾ പെഹൽഗാം സന്ദർശിക്കുന്നത് ഒക്ടോബർ 2-ാം തീയതിയാണ്. അപ്പോൾ ഏപ്രിലത്തെ പെഹൽഗാം അറ്റാക്കിന് ശേഷം ടൂറിസം അതിൻ്റെ ഫുൾ ഫ്ലഡ്ജിൽ ഇതുവരെ വന്നിട്ടില്ല ആക്ച്വലി ഇവിടെ. അപ്പോൾ ഇവിടുത്തെ എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഒന്നും ഓപ്പൺ അല്ല. അപ്പോൾ അതിൽ തന്നെ ഇവിടെ പ്രധാനപ്പെട്ട പെഹൽഗാമിലത്തെ കാഴ്ച എന്ന് പറയുന്നത് ഇവിടുത്തെ മെഡോസും പിച്ച് സ്ക്വേ ആയ ഇവിടുത്തെ പ്രകൃതിയൊക്കെയാണ്. അതിൽ തന്നെ 4 പ്രധാനപ്പെട്ട വാലീസ് ഉണ്ട്. ആരു വാലി, ചന്ദൻ വാലി, ബേതാബ് വാലി, ബേസറൺ വാലി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ 4 വാലീസിൽ ആകെ കൂടി 2 വാലീസ് മാത്രമാണ് ടൂറിസ്റ്റുകൾക്ക് ഇപ്പോൾ തുറന്നു കൊടുത്തിട്ടുള്ളത്, ആരു വാലിയും ബേതാബ് വാലിയും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ എത്തിയപ്പോൾ തന്നെ ഉച്ച കഴിഞ്ഞു. അതുകൊണ്ട് ഈ സ്ഥലങ്ങളൊക്കെ അടക്കുന്നതിന് മുമ്പേ തന്നെ കാണണം എന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ലഞ്ചൊന്നും കഴിക്കാണ്ട് ഹോട്ടലിൽ ചെക്കിനൊന്നും ചെയ്യാണ്ട് നേരെ ആരു വാലിയിലേക്ക് പോവാണ്. ഇതൊക്കെ ആരു വാലിയിലേക്ക് പോകുന്ന വഴിയിലത്തെ കാഴ്ചകളാണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഈ സൈഡിൽ കൂടെ ഒഴുകുന്നത് ലിദർ നദിയാണ്. ലിദർ നദിയാണ് ആക്ച്വലി പെഹൽഗാമിൻ്റെ കാഴ്ചകളെ ഇത്രയും ഭംഗിയുള്ളതാക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ലിദർ നദിയും അതിൻ്റെ സമീപത്തുള്ള താഴ്വരകളും ലിദർ നദിയോടനുബന്ധിച്ചിട്ടുള്ള പുൽമേടുകളും ഒക്കെയാണ് പെഹൽഗാമിനെ സഞ്ചാരികളുടെ പർദീസയാക്കി മാറ്റുന്നത് ആക്ച്വലി. അപ്പോൾ ഈ വഴിയൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, അത്രയും ഭംഗിയുള്ള കാഴ്ചകളാണ് നമുക്ക് വഴിയിൽ മുഴുവൻ. നമ്മൾ പെഹൽഗാം ടൗൺ കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വന്നു കഴിയുമ്പോൾ പിന്നെ റോഡൊക്കെ കുറച്ച് ഇടുങ്ങിയതാണ്. അപ്പോൾ അത് ആ സ്ഥലത്തിൻ്റെ ജിയോഗ്രഫിക്കൽ പ്രത്യേകത കൊണ്ടാണ്. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവുമല്ലോ, ഒരു സൈഡിൽ വലിയ താഴ്ചയും പിന്നെ ഒരു സൈഡിൽ മലകളും ഒക്കെയാണ്. അപ്പോൾ റോഡ് കൺസ്ട്രക്ഷനൊക്കെ ഒരു കൺസ്ട്രെയിൻസ് ഉണ്ട് ആക്ച്വലി. അപ്പോൾ ഞങ്ങൾ ഈ മലകളുടെ ഭംഗിയും ഒക്കെ ആസ്വദിച്ച് ആരു വാലിയിലേക്ക് പോകണം. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ക്യാമ്പിംഗ് സ്റ്റേഷൻസും ടെൻറ്റ് സ്റ്റേഷൻസൊക്കെ ഉണ്ട്. ഇതൊക്കെ ലിദർ നദീൻ്റെ സൈഡിൽ വരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ ടെൻറ്റ് സ്റ്റേസും ഒക്കെ അവൈലബിൾ ആണ്. കാശ്മീരിൽ കൂടെയുള്ള ഇത്രയും ദിവസത്തെ യാത്രയിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഡെസ്റ്റിനേഷനേക്കാളും കൂടുതൽ ഈ വഴിയിലുള്ള കാഴ്ചകളാണ് നമ്മുടെ യാത്രകളെ കൂടുതൽ മനോഹരമാക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ വഴിയിൽ എവിടെ നോക്കിയാലും നമുക്ക് അത്രയും വളരെയധികം സന്തോഷം നൽകുന്ന കാഴ്ചകളാണ് കാണാൻ സാധിക്കുക. പെഹൽഗാം ടൗണിൽ നിന്ന് ഏകദേശം 9 കിലോമീറ്ററാണ് ഈ ആരു വാലിയിലേക്കുള്ളത്. ഇപ്പോൾ നമ്മൾ ആരു വാലിയിലേക്ക് എത്താറായേ. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് പോകുമ്പോഴാണ് നമുക്ക് ആരു വാലിയിലേക്കുള്ള റോഡ്. ഇവിടെ ഇങ്ങനെ ഒരു കുഞ്ഞു പാലം മാതിരി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡാണെങ്കിൽ കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ വരുന്നതിന് ഏകദേശം ഒരാഴ്ച മുമ്പേ ഇവിടെ നല്ല മഴയും ലാൻഡ് സ്ലൈഡിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ആ ലാൻഡ് സ്ലൈഡിങ്ങിൽ പൊട്ടിയതാണെന്ന് തോന്നുന്നുണ്ട് പാലം. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടുള്ള യാത്ര ഒരിത്തിരി സൂക്ഷിച്ച് വേണം നമ്മൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് ഒരു നദി ഇങ്ങനെ കുറേ കല്ലിലൊക്കെ തട്ടി തട്ടി നല്ല ഭംഗിയിൽ ഒഴുകി വരുന്നത് കാണാമേ വലത് ഭാഗത്ത്. പക്ഷേ ആരു വാലി മാപ്പിൽ കാണിക്കുന്നത് ഇവിടുന്ന് ഒരു 600 മീറ്ററും കൂടി മുമ്പോട്ടാണ്. പക്ഷെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആ പാലം അവിടെ പൊട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ തൽക്കാലത്തേക്കൊരു വഴിയുണ്ട്. കുറച്ച് കുണ്ടും കുഴിയൊക്കെ ഉള്ള വഴിയാണ്. പിന്നെ ഞങ്ങൾ ആ വഴി കൂടി എടുത്തു. അവിടെ റോഡ് പൊട്ടി ഇല്ലേ, അങ്ങോട്ട് പോവാം, അത്രേ ഉള്ളൂ. ഇവിടെ എവിടെയെങ്കിലും ഒതുക്കിയാലോ? ആ കുഞ്ഞ്, ഇവിടെ കുറച്ച് ആസ്വദിക്കണ്ടോ നമുക്ക് വെള്ളത്തിൽ? ആയിട്ടാ ഇവിടെ നിന്ന് കുറച്ച് കയറ്റമാണ് മുകളിലേക്ക്. അപ്പോൾ ഞങ്ങൾക്ക് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല ഇത് ആക്ച്വലി ഈ റോഡ് എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ഉള്ളത്. പിന്നെ എന്തായാലും മാപ്പിനെ വിശ്വസിച്ച് മുമ്പോട്ട് പോകാമെന്ന് വിചാരിച്ച് പോവാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ഹോം സ്റ്റേയുടെയും ഹോട്ടൽസിൻ്റെ ഒക്കെ സൈൻ ബോർഡ് കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും മുമ്പോട്ട് കുറച്ച് ബിൽഡിങ്സ് ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പായി.
അപ്പോൾ നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള മലനിരകളൊക്കെ നമുക്ക് മുമ്പിൽ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ എന്തായാലും കുറച്ച് ദൂരം മുമ്പോട്ട് പോയി നോക്കി. ഇപ്പോൾ വഴിയിൽ കാശ്മീരി സ്റ്റൈലിലുള്ള കുറച്ച് വീടുകളും വേറെ കുറേ കൺസ്ട്രക്ഷൻസൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു വലിയ വിശാലമായ പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉള്ള ഒരു സ്ഥലം കിട്ടി. അപ്പോൾ അവിടെ കുറച്ച് ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു ചായ കുടിച്ച് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ തന്നെയാണ് സ്ഥലം, നേരെ പോയാൽ മതി എന്ന്. ഇതിപ്പോൾ നമുക്ക് നേരെ ആലുവാലിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കാണ് നടക്കുന്നത്. നല്ല ഭംഗിയുള്ള മലനിരകളും അതിൻ്റെ താഴെയായിട്ട് നിറയെ പൈൻ ട്രീസൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടുന്ന് വേറെ കുറേ സ്ഥലങ്ങളിലേക്ക് ട്രക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇത് ആക്ച്വൽ ആരുവാലിയല്ല. അപ്പോൾ ആരുവാലിയിലേക്ക് ഇവിടുന്ന് ഇനിയും ട്രക്ക് ചെയ്ത് പോകണം. പക്ഷേ അതൊക്കെ ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടത്തേക്കുള്ള ട്രക്കിംഗ് ഒന്നും ഇപ്പോൾ പോസിബിൾ അല്ല. കുറച്ച് കുതിരക്കാരൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവർ നമ്മളെ കുറച്ച് മുകളിലേക്കുള്ള മലയിലൊക്കെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരും. അല്ലാണ്ട് വിൻ്ററിലാണെങ്കിൽ ഇവിടെ സ്കീയിങ് ആക്ടിവിറ്റിയും അങ്ങനത്തെ വിൻ്റർ സ്പോർട്സൊക്കെ കുറേ നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു ഗാർഡൻ ഉണ്ട്. ആ ഗാർഡനിൽ കുറച്ച് ചെടികളുണ്ട്. പിന്നെ കാശ്മീരി ഡ്രസ്സ് ധരിച്ചിട്ട് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്ന ബോർഡിലുള്ളത് ഇവിടെ നിന്നുള്ള ട്രക്കിംഗ് പോയിൻറ്റ്സ് ആണ്. 6 ട്രക്കിംഗ് പോയിൻറ്റ്സ് ഉണ്ട് പോണി റൈഡ് ചെയ്യാൻ നമുക്ക്. അപ്പോൾ അതിനുള്ള റേറ്റാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതിനിപ്പം പ്രൊവിഷൻ ഇല്ല. പിന്നെ അത്രയും ദൂരം പോകാനുള്ള ഓപ്ഷനും ഉണ്ടായില്ല. പിന്നെ ഇവിടെ കുറേ കടകളൊക്കെ. ये कैसे दे रहे? सबका रेट सेम है, 200 रुपये पाव, 350 हाफ किलो. ഓക്കെ, और मिक्स भी आएगा. 1/4 കിലോ 200 രൂപ. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഗാർഡനാണ്. അപ്പോൾ ആ ഗാർഡനിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു നോമിനൽ എൻട്രി ഫീസ് ഉണ്ട്. അപ്പോൾ അത് കൊടുത്തിട്ട് നമുക്ക് ഗാർഡൻ്റെ അകത്ത് പ്രവേശിക്കാം. അപ്പോൾ അവിടെ ഇതേപോലെ കുറച്ച് പൂക്കളും ചെടികളും പിന്നെ ബാക്കി നമുക്ക് വാഷ്റൂം ഫെസിലിറ്റി അതൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ ആൾക്കാരൊക്കെ കശ്മീരി ഡ്രസ്സ് ധരിച്ചിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഫോട്ടോഗ്രാഫേഴ്സും ഈ കശ്മീരി ഡ്രസ്സ് ധരിപ്പിച്ച് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു പ്രാവുണ്ട്. അപ്പം 100 രൂപ കൊടുത്ത് ആ പ്രാവിനെ കൈ പിടിച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ചേട്ടൻ അങ്ങനെ പ്രാവിനെയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് വേണമെന്ന് വെച്ചപ്പോൾ എനിക്ക് ഇത്തിരി പേടിയായി. അതുകൊണ്ട് പിന്നെ അത് ചെയ്തില്ല. പിന്നെ കാശ്മീരി ഡ്രസ്സ് ധരിച്ചിട്ട് ഫോട്ടോ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ നോക്കുമ്പോൾ അവിടെ ഒരു എന്താണ് ട്രിപ്പിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവരുടെ തിരക്കായിരുന്നു. അവർ ആക്ച്വലി കേരളത്തിൽ നിന്നുള്ളതാണ്, എറണാകുളത്ത് നിന്ന്. അവരൊരു ടൂർ കമ്പനി ത്രൂ ടൂർ പാക്കേജ് എടുത്തിട്ട് ഫുൾ കാശ്മീർ, ശ്രീനഗർ, പെഹൽഗാം ട്രിപ്പിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങൾ മണാലിയിൽ പോയപ്പം ഉണ്ടായിരുന്ന മാതിരി മുയലിനെയും ആടിനെയൊക്കെ ഇട്ട് നല്ല വെളുത്തിരിക്കണ പഞ്ഞിക്കെട്ട് പോലത്തെ വിൻ്റർ ഏരിയാസിലുള്ള പോലത്തെ ഒക്കെ ഉള്ള ആടും മുയലും ഒക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ നമുക്ക് കൈ വെച്ച് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ, അതിന് കണ്ണു കാണുമ്പോൾ പേടിയാ. ഞങ്ങൾ പിന്നെ ആ ഗാർഡനിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് വരിക ചെയ്തത്. കാരണം അവിടെ വേറെ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. അവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ കാണിച്ച 6 സ്ഥലങ്ങളിലേക്കുള്ള ട്രക്കിംഗ് ആയിരുന്നു. അപ്പോൾ അത് നടക്കാത്തതുകൊണ്ട് തന്നെ പിന്നെ കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നതിൽ കാര്യമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വരികയാണ്. തിരിച്ച് വരുന്ന വഴിക്ക് അങ്ങോട്ട് പോകുമ്പോൾ കണ്ട നദിയിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ പോയ ഗാർഡൻ്റെ സൈഡിൽ കൂടെ പോയാലും പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ ആയിരിക്കും കുറച്ചും കൂടി ഇറങ്ങാൻ എളുപ്പം, എൻജോയ് ചെയ്യാൻ സാധ്യത കൂടും. നന്ദൂര് കാല് മറിച്ചു. ജേക്കബ് സാറിനോട് എടുക്കാൻ പറയാം. അങ്ങോട്ട് എടുത്തിട്ട് കാലില്ല.
എറിക്കിനെയും കൂട്ടെ. ആ ഹനി ഈ വെള്ളത്തിൽ നിന്ന് ഹനീനെ ഫോട്ടോ എടുക്കട്ടെ വേഗം. അതിനെ നോക്കണ്ട, അതങ്ങനെ തന്നെ. അങ്ങനെ ഞങ്ങൾ ആരുവാലിൻ്റെ അടുത്തുള്ള ലിദർ നദിയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് കുറച്ച് സമയം ആ വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് തിരിച്ചു പോവുകയാണ്. അത്രയും നല്ല ക്രിസ്റ്റൽ ക്ലിയറായ പ്യുവറായ വെള്ളമായിരുന്നു അവിടെ. അതിങ്ങനെ ആ കല്ലുകളിൽ തട്ടി ഒഴുകി വരുന്ന കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു എന്നോ. അതേപോലെ തന്നെ അത്രയും തണുപ്പുള്ള വെള്ളമായിരുന്നു. അപ്പോൾ ഹിമാലയ മലനിരകളിൽ നിന്ന് വരുന്നതല്ലേ, ഒക്ടോബർ ആയതേ ഉള്ളൂ ഇരുന്നാലും നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളം. കുറച്ച് സമയം നിൽക്കുമ്പോൾ തന്നെ കാലൊക്കെ നല്ലോണം മരവിക്കുന്ന പോലെ ആവുന്നുണ്ട്. അപ്പം ഞങ്ങൾ അടുത്തത് ബൈസരൺ വാലി പോകാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അവിടത്തേക്ക് എൻട്രി ഉണ്ടാവുമോ എന്നുള്ളതൊന്നും അറിയില്ല. ബൈസരൺ വാലി പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇഷ്യൂ നടന്ന സ്ഥലമാണ്. അപ്പം എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇനി ബൈസരൺ വാലിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെസ്റ്റിനേഷനേക്കാളും പോകുന്ന വഴിയാണ് യാത്രയിൽ ഏറ്റവും മനോഹരമായി തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ മെഡോസൊക്കെ നമുക്കിങ്ങനെ ആസ്വദിച്ചാലും മതി വരാത്ത വിധം ഭംഗിയായിട്ടിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അപ്പോൾ നമ്മളെന്താ ഫോട്ടോസിൽ മാത്രം കണ്ട് ശീലിച്ചിട്ടുള്ള മാതിരത്തെ ഒരു പിക്ചർ ലൊക്കേഷനാണ് നമുക്ക് ഈ പെഹൽഗാമിൽ എവിടെ നോക്കിയാലും കാണാൻ പറ്റുന്നത്. താങ്ക്സ് ഫോർ വിസിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ഗവൺമെൻറ് ഓഫ് ജമ്മു ആൻഡ് കശ്മീർ. ഇല്ല കറങ്ങുന്നത് ഇങ്ങനെ ആരും വലി കഴിഞ്ഞു. 1 2 3 4 5 എത്ര ആൾക്കാരാണ്? ഒരു ബേബിനെയൊക്കെ എടുത്തിട്ട് ഒരു ആൻറ്റി. അത് ഡ്രൈവറില്ല, നമ്മൾ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യണം. പിടിച്ചോണ്ട് പോകും, അല്ലാണ്ട് പുറത്ത് കയറിയിരിക്കില്ല. ഇതിപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് ബൈസരൺ വാലിയിലേക്കാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ഏതാണ്ട് 6 കിലോമീറ്ററാണ് ബൈസരൺ വാലിയിലേക്കുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ മുമ്പിൽ കാണുന്നത്, ഇപ്പോൾ ഇത്രയും വണ്ടികളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് കേട്ടില്ലേ, ഇത് പെഹൽഗാമിലത്തെ നെഹ്റു മെമ്മോറിയൽ പാർക്കാണ്. ഇത് കുറച്ചും കൂടി സജീവമായിട്ടുള്ള സ്ഥലമാണെന്ന് തോന്നുന്നത്. കുറച്ച് കൂടുതൽ ആൾക്കാർ വരികയും അവിടെ ടൈം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിറയെ കുതിരക്കാരൊക്കെ ഉണ്ട് കുതിരപ്പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇവിടെ ഒന്നും ഇറങ്ങിയില്ല, നേരെ ബൈസരൺ വാലി ലക്ഷ്യമാക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷൻ പെഹൽഗാം, അനന്ത്നാഗ് പോലീസ് അറ്റ് യുവർ സർവീസ്. മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ബൈസരൺ വാലിയിലേക്ക് പെഹൽഗാം ടൗണിൽ നിന്ന് ഏതാണ്ട് 6-7 കിലോമീറ്ററാണ് ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് ബൈസരൺ വാലിയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു മോട്ടറബിൾ റോഡില്ല. നമ്മൾ ട്രക്കിങ്ങോ അല്ലെങ്കിൽ പോണി ഹയർ ചെയ്തിട്ട് അങ്ങനെയോ പോകണം. അപ്പം ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷേ അത് എത്രമാത്രം പ്രാക്ടിക്കൽ ആവും എന്നുള്ളത് അറിയില്ല. ഇവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ടാണ് ബൈസരൺ വാലിയിലേക്ക് പോകേണ്ടത്. പക്ഷേ അത് അടച്ചിരിക്കുകയാണ്, അങ്ങോട്ട് പോകാൻ ഇപ്പോൾ പെർമിഷൻ ഇല്ല, ഡ്യൂ ടു സെക്യൂരിറ്റി റീസൺ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വരികയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് നമുക്കൊരു ഇത്തിരി ദൂരം കൂടി മുമ്പോട്ട് പോവാം. പക്ഷേ അത് കഴിയുമ്പോൾ അവിടെ ഒരു ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് നമുക്ക് പോകാൻ പെർമിഷനില്ല. അങ്ങോട്ട് പോകുന്ന വഴി തന്നെ നല്ല സീനിക്കാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും, 2 സൈഡിലും നിറയെ പൈൻ മരങ്ങളും. ആ നേരെ കാണുന്ന മലനിരകൾ പീർപ്പാഞ്ചൽ മലനിരകളാണ്. അപ്പോൾ ഈ പീർപ്പാഞ്ചൽ മലനിരകളുടെ അടിയിലായിട്ടാണ് ബൈസരൺ വാലി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ബൈസരൺ വാലി പോകാൻ പറ്റാത്ത കാരണം പിന്നെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇവിടെ ആകെ കൂടി പെഹൽഗാമിൽ 2 സ്ഥലങ്ങൾ മാത്രമേ, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ, ആരു വാലിയും ബേതാബ് വാലിയും. അപ്പോൾ പിന്നെ ബേതാബ് വാലിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബേതാബ് വാലിയിലേക്ക് ഇവിടുന്ന് ഏകദേശം 4 കിലോമീറ്ററാണുള്ളത്. അപ്പോൾ ഞങ്ങളങ്ങനെ ബേതാബ് വാലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെഹൽഗാം ടൗണിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്ററാണ് ബേതാബ് വാലിയിലേക്കുള്ളത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്കും അവിടത്തേക്കുള്ള എൻട്രി ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും അവിടെയുള്ള സെക്യൂരിറ്റി ഓഫീസേഴ്സ് ടൂറിസ്റ്റിനെയൊക്കെ ഓൾറെഡി പറഞ്ഞയക്കുമായിരുന്നു. അപ്പോൾ എൻട്രി തീർന്നു മാത്രമല്ല, അതിനകത്ത് ഉള്ള സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ അറ്റാക്കിന് ശേഷം
ഞാൻ പറഞ്ഞില്ല, ആ കൂടി 2 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. അത് തന്നെ പെട്ടെന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട് 5 മണിക്കൊക്കെ മുമ്പേ. അപ്പം നമ്മൾ പോകുമ്പോൾ അതിനനുസരിച്ച് ഫോർ ഫ്രണ്ടായിട്ട് എല്ലായിടത്തും കുറച്ച് നേരത്തെ എത്താൻ ശ്രമിക്കണം. അതിപ്പോൾ ഞങ്ങൾക്ക് അബദ്ധം പറ്റിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഇനി എന്തായാലും ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ നേരെ ശ്രീനഗറിൽ നിന്ന് വന്നിട്ട് ലഞ്ചൊന്നും കഴിക്കാണ്ട് ഹോട്ടലിൽ ചെക്കിനൊന്നും ചെയ്യാണ്ട് ആരുവാലി കാണാനാണ് പോയത്. അപ്പം ഇനി എവിടുന്നെങ്കിലും എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത ശേഷം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലം അന്വേഷിക്കുകയാണേ. അപ്പോഴാണ് നേരത്തെ പോലെ നല്ല ഭംഗിയുള്ളൊരു നദീതീരം കണ്ടത്. പിന്നെ കുറച്ച് സമയം അവിടെ നിർത്തി. ഫുഡ് കഴിക്കാം. ഞങ്ങൾ ആ വണ്ടി നിർത്തിയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ബ്രെഡ് ഓംലെറ്റും ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്നൊരു 3 കിലോമീറ്റർ മുമ്പോട്ട് വന്നിട്ട് ഒരു സ്ഥലത്ത് ഒരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ ഇതാണ് ഹോട്ടൽ. അപ്പോൾ ഇവിടെയാണെങ്കിൽ അവർ പറയുമായിരുന്നു, ഈ അറ്റാക്കിന് ശേഷം, അതായത് ഏപ്രിലത്തെ അറ്റാക്കിന് ശേഷം ടൂറിസം ഓണായത്, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ 2 വാലീസ് തന്നെ ഓപ്പൺ ആയത് സെപ്റ്റംബർ 30-നാണ്. അപ്പോൾ ഞങ്ങൾ ഒക്ടോബർ 2-നാണ് അവിടെ പെഹൽഗാമിലെത്തിയത്. അപ്പോൾ അതുകൊണ്ട് ടൂറിസ്റ്റുകളുടെ എണ്ണമൊക്കെ വളരെ കുറവാണ്. ഒരു 1000 താഴെയൊക്കെയാണ്. 1000-ൻ്റെ അത്ര തന്നെ ഇല്ല, വളരെ കുറവായിട്ടാണ് ടൂറിസ്റ്റ് ദിവസം വരുന്നത്. അല്ലെങ്കിൽ നോർമലി സീസണിലൊക്കെ ഒരു 20,000 ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരുന്ന സ്ഥലത്താണ് ഇത്രയും കുറവ് ആൾക്കാർ വരുന്നത്. അപ്പോൾ അത് കാരണം ഹോട്ടൽസും ഒക്കെ കാലിയാണ്. നിങ്ങൾക്ക് ഏത് ഹോട്ടലിൽ വേണമെങ്കിലും റൂംസ് അവൈലബിൾ ആണ്. നമ്മൾ പറയുന്ന റേറ്റിന് അവർ തരും, അങ്ങനെ പറഞ്ഞ മാതിരിയാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു ഹോട്ടൽ റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ നല്ല ഫെസിലിറ്റീസൊക്കെ ഉള്ള ഹോട്ടലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. മുഴുവനായിട്ട് തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടി വുഡൻ പാനലിംഗ് ഒക്കെ ചെയ്ത്. ഇനി നമുക്ക് പെഹൽഗാമിൻ്റെ കുറച്ച് രാത്രി കാഴ്ചകളൊക്കെ കണ്ടിട്ട് അടുത്ത ദിവസം രാവിലെ തിരിച്ച് അംബാലയ്ക്ക് പുറപ്പെടണം. അപ്പം ഞങ്ങളിനി ഒന്ന് ഫ്രഷായി ഡ്രസ്സപ്പ് ചെയ്ത് റെഡിയായിട്ട് പെഹൽഗാം ടൗണൊക്കെ രാത്രി സന്ദർശിക്കാൻ വിചാരിച്ചിട്ടായിരിക്കണേ. അപ്പോൾ പെഹൽഗാമിൻ്റെ രാത്രി കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.